പണ്ട് കശ്യപ മഹർഷിക്ക് കദ്രു എന്ന പത്നിയിൽ 1000 പുത്രന്മാർ ജനിച്ചു. അവരായിരുന്നു ലോകത്തിലെ ആദ്യത്തെ നാഗങ്ങൾ. അനന്തനും വാസുകിയും തക്ഷകനുമെല്ലാം ആ സഹോദരന്മാരിൽ പ്രമുഖരായിരുന്നു. നാഗങ്ങൾ വളർന്നു വലുതായപ്പോൾ അവർക്ക് വസിക്കാനായി പാതാള ലോകം ലഭിച്ചു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി മഥനം ചെയ്യാൻ തീരുമാനിച്ചു. മന്ദരപർവ്വതത്തെ മത്തായി നിശ്ചയിച്ചെങ്കിലും അത് കറക്കാൻ വലിയൊരു കയർ വേണമായിരുന്നു. അന്ന് നാഗരാജാവായ വാസുകി ലോക നന്മയ്ക്കായി സ്വയം ഒരു കയറായി മാറാൻ സമ്മതിച്ചു. പാലാഴി മഥനത്തിനിടയിൽ മന്ദരപർവ്വതം ഉരസി വാസുകിക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടു. ആ വേദന സഹിക്കവയ്യാതെ വാസുകി വമിച്ച വിഷമാണ് കാളകൂടം. ലോകത്തെ നശിപ്പിക്കുമായിരുന്ന ആ വിഷത്തെ ശിവഭഗവാൻ പാനം ചെയ്യുകയും വാസുകിയെ തൻ്റെ കഴുത്തിൽ ആഭരണമായി അണിയുകയും ചെയ്തു. ഇതോടെ നാഗരാജാവ് സർവരാലും വന്ദിക്കപ്പെടുന്ന ദൈവമായി മാറി. കേരളത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് വന്നാൽ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്ത കാലമായിരുന്നു അത്. അന്ന് കേരളത്തിലെ മണ്ണിൽ ഉപ്പുരസം കൂടുതലായതുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കൂടാതെ ഭീമാകാരമായ വിഷമുള്ള സർപ്പങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. ഇതിനൊരു പരിഹാരമായി പരശുരാമൻ നാഗരാജാവിന് തപസ് ചെയ്തു. തപസ്സിൽ പ്രസന്നനായ നാഗരാജാവ് തൻ്റെ വിഷാഗ്നിയിൽ മണ്ണിലെ ഉപ്പിനെ ദഹിപ്പിച്ചു കളയുകയും കേരളത്തെ ഫലപുഷ്ടമായ പച്ചപ്പുള്ള നാടാക്കി മാറ്റുകയും ചെയ്തു. അന്ന് പരശുരാമൻ നാഗങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. മനുഷ്യർ താമസിക്കുന്ന ഓരോ വീടിനോടും ചേർന്ന് നാഗങ്ങൾക്കായി ഒരു പ്രത്യേക സ്ഥലം മാറ്റിവെക്കും. അവിടെ മരങ്ങളും വള്ളികളും വെട്ടിത്തെളിക്കാതെ കാടായി തന്നെ സംരക്ഷിക്കും. അതാണ് സർപ്പക്കാവുകൾ. അവിടെ മനുഷ്യർ നാഗങ്ങളെ ആരാധിക്കുമെന്നും പകരമായി നാഗങ്ങൾ മനുഷ്യരെയും പ്രകൃതിയെയും സംരക്ഷിക്കുമെന്നും അദ്ദേഹം നിശ്ചയിച്ചു.